ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. മില്ലറ്റ് വെച്ചാണ്. ഞാൻ ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്ന് പറയും, തിന എന്ന് മലയാളത്തിൽ പറയുവേ. അത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുവാണ്. ഇത് വെച്ച് ചോറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഒരു ഹെൽത്തി ഇതായിട്ടുള്ള സാധനം മില്ലറ്റ്. ഇപ്പം പലരും മേടിച്ച് ഡയറ്റ് പ്ലാനൊക്കെ ചെയ്യുന്നവർ മില്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റവയെക്കാട്ടിലും ഇച്ചിരിയും കൂടെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഈ പരുവത്തിലിരിക്കും സാധനം. നല്ല തരി പോലെ നമ്മൾ ഈ കുഞ്ഞു പക്ഷികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കിയ സാധനമാണിത്. അപ്പോൾ ഇതിപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തിന വെച്ച് തന്നെ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ്, 2 സവാള, ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളവും. പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് എണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഉഴുന്നും, ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന്, ഒരു നുള്ള് ജീരകം, അതൊന്ന് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കടുകൊന്ന് പൊട്ടി തുടങ്ങി അതിൻ്റെ ഉഴുന്നിൻ്റെയൊക്കെ കളറൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ സവാള 2 എടുത്ത് വെച്ചില്ല, അതൊക്കെ ചെറുതായിട്ട് കുത്തിയരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സവാള അരിഞ്ഞതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ മില്ലറ്റ്, 1 കപ്പ് മില്ലറ്റാണ് ഞാൻ എടുത്തിരുന്നത്. ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം, ഇതിൻ്റെ അളവ് അങ്ങനെയാണ്. അപ്പം 2 കപ്പ് വെള്ളം എടുത്ത് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പം ഞാൻ സവാള ഒഴിച്ചു. ഇനിയിപ്പം അതിൻ്റെ സവാള ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കും. അത് ചേർക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ്, ബീൻസോ വേറെ എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതൊക്കെ ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് ക്യാരറ്റും, ഞാനിവിടെ ക്യാരറ്റും തക്കാളിയും മാത്രമേ സവാളയൊക്കെ ഇട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒരു ഇച്ചിരി ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ കൂടെ ഉപ്പ് കൂടെ ചേർക്കണം. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ആദ്യം ഒരു 1/2 ടീസ്പൂണും പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ടു. അപ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. പിന്നെ നമ്മളത് ഇപ്പം ഞാൻ മില്ലറ്റും കൂടെ ചേർക്കുന്നുണ്ട്. കുതിർത്ത് വെച്ച മില്ലറ്റാണ്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മില്ലറ്റും കൂടെ ഈ വഴറ്റിയതിനകത്തോട്ട് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഒന്നുകൂടെ എന്നുവെച്ചാൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ഒന്നെല്ലാം കൂടെ മിക്സ് ആകാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ 1 കപ്പ് മില്ലറ്റിന് 2 കപ്പ് വെള്ളമാണ് എടുത്തത്. വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച വെള്ളമേ ഇടാവൂ, എന്നാലേ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ ഇതിൻ്റെ ഉപ്പുമാവിന്. അപ്പം വെള്ളം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സായി ഇപ്പം തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി മില്ലറ്റൊക്കെ ഒന്ന് വെന്ത് നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിങ്ങനെ ചെറിയ തീ തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ അത് വേവണം. എന്താ കണ്ടോ, ഇപ്പം നല്ല തരി പോലെ ഒരുമാതിരി എന്ന് വെച്ചാൽ ഒന്ന് ഒരുപാട് മിക്സ് കുഴയാതെ നല്ല രസമായിട്ട് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ വെള്ളം മൊത്തം വറ്റുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് മില്ലറ്റ് വെന്ത് ഉപ്പുമാവ് റെഡി ആയിട്ടിരിക്കും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കാം, അല്ലെങ്കിൽ കടുക് വറുക്കുന്ന സമയത്തായാലും നെയ്യ് ഒഴിച്ചാൽ മതി. അടിപൊളി ഉപ്പുമാവ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നവർ